ബി.ജെ.പിയുടെ ദേശീയ തലപ്പത്തേക്ക് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് നിതിൻ നബിൻ എന്ന ഒരു 45-കാരൻ കടന്നുവന്നത്. ഏറെ നാളായി ദേശീയ ബി.ജെ.പിയെ നയിക്കാൻ ഇനി ആര് എന്ന ആലോചനകൾക്കും ചർച്ചകൾക്കും വിരാമമിട്ടുകൊണ്ടാണ് അപ്രതീക്ഷിതമായി ബി.ജെ.പിയുടെ താക്കോൽ സ്ഥാനത്തേക്ക് നിതിൻ നബിൻ കടന്നുവരുന്നത്. ഇനി അങ്ങോട്ട് ബി.ജെ.പി ദേശീയ നേതൃത്വത്തെ നയിക്കാൻ ജെ.പി. നദ്ദയ്ക്ക് പകരം നിതിൻ നബിനായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കൃത്യമായ ആസൂത്രണമാണ് തലമുതിർന്ന നേതാക്കളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് നിതിൻ നബിനെ പാർട്ടി തലപ്പത്തേക്ക് അവതരിപ്പിച്ചത്. പരിശ്രമശാലിയും കഠിനാധ്വാനിയും വിശാലമായ സംഘടനാ പരിചയ സമ്പത്തുമുള്ള യുവാവ് എന്ന മോദിയുടെ വിശേഷണത്തിൽ തന്നെ നിതിൻ നബിൻ ബി.ജെ.പിയുടെ തലപ്പത്തെത്തിയതിന്റെ കഥയുണ്ട്. നിലവിൽ ബീഹാറിലെ നിതീഷ് കുമാർ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയാണ് നിതിൻ നബിൻ എന്ന ഈ ചെറുപ്പക്കാരൻ. പാർട്ടി തലപ്പത്ത് യുവാക്കൾ എത്തുന്നത് കൂടുതൽ ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് ആകർഷിക്കുമെന്നാണ് കരുതുന്നത്. ബി.ജെ.പിയിൽ ആദ്യമായല്ല ഇത്തരത്തിൽ ദേശീയ തലപ്പത്ത് സർപ്രൈസ് നിയമനം നടക്കുന്നത്. 6 വർഷം മുൻപ് ഇതുപോലൊരു സുപ്രഭാതത്തിലാണ് ജെ.പി. നദ്ദ എന്ന ഇന്നത്തെ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. അധ്യക്ഷനുമായ ആൾ പെട്ടെന്ന് പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ചുമതലയിലേക്ക് എത്തുന്നത്. 2019 നദ്ദയുടെ സർപ്രൈസ് നിയമനം. അന്നുവരെ ബി.ജെ.പി. ദേശീയ നേതാക്കൾക്കൊപ്പം അധികം കാണാതിരുന്ന നദ്ദ പൊടുന്നനെയായിരുന്നു ബി.ജെ.പി. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉദിച്ചുയരുന്നത്. അതേ നദ്ദ പിന്നീട് കേന്ദ്രമന്ത്രിയായി, വർക്കിംഗ് പ്രസിഡന്റിൽ നിന്ന് സ്ഥാനക്കയറ്റം കിട്ടി ദേശീയ അധ്യക്ഷൻ തന്നെയായി. ഇന്ന് ആ നദ്ദയ്ക്ക് പകരക്കാരനായാണ് നിതിൻ നബിൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ നിതിൻ നബീനിന്റെ പുതിയ സ്ഥാനലബ്ധിക്ക് പ്രാധാന്യം ഏറെ കാണുന്നുമുണ്ട്. ബി.ജെ.പിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും പ്രായം കുറഞ്ഞ ഒരാൾ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് ആദ്യമാണ്. 45 വയസ്സാണ് നിലവിൽ നിതിൻ നബിന്റെ പ്രായം. വളരെ ചെറുപ്പത്തിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷ സ്ഥാനത്തെത്തിയ അമിത്ഷായേക്കാളും ചെറുപ്പമാണ് നിതിന്. 2014 അമിത്ഷാ പാർട്ടി അധ്യക്ഷ പദവി വഹിക്കുമ്പോൾ അമിത്ഷായുടെ പ്രായം 49 വയസ്സായിരുന്നു. നദ്ദ വർക്കിംഗ് പ്രസിഡന്റ് ആകുമ്പോൾ പ്രായം 58 വയസ്സും. പാർട്ടിയുടെ അടിത്തറയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചുള്ള അനുഭവ പരിചയവും സംഘടനാപരമായ പശ്ചാത്തലവുമാണ് നിതിൻ നബിന്റെ പ്ലസ് പോയിന്റുകളായി പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മാസ് പരിവേഷങ്ങൾക്കപ്പുറം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനം അതുതന്നെയാണ് നിതിനെ ദേശീയ രാഷ്ട്രീയത്തിൽ സുപ്രധാന പദവിയിലേക്ക് എത്തിച്ചതും. ബീഹാറിൽ പാർട്ടിയുടെ യുവജന വിഭാഗത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നിതിൻ വഹിച്ച പങ്ക് നിസ്തുലമായിരുന്നു. യുവമോർച്ചയുടെ ബീഹാർ സംസ്ഥാന ഘടകത്തിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് നിതിൻ നടത്തിയ സംഘടനാ പ്രവർത്തനങ്ങൾ യുവാക്കളെ കൂടുതലായി ബീഹാറിലെ പാർട്ടിയിലേക്ക് ആകർഷിച്ചു. യുവമോർച്ചയുടെ ബീഹാർ സംസ്ഥാന പ്രസിഡന്റായും ദേശീയ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചപ്പോഴും അടിത്തട്ടിലുള്ള പ്രവർത്തകരുമായി ഗാഢബന്ധം സൂക്ഷിക്കുന്നതിൽ നിതിൻ ശ്രദ്ധിച്ചിരുന്നു. ബി.ജെ.പിയുടെ ബീഹാർ ജനറൽ സെക്രട്ടറിയായും ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. പട്ന അടക്കമുള്ള പ്രദേശങ്ങളിൽ പാർട്ടിക്ക് നിയതമായ സംഘടനാ ചട്ടക്കൂട് രൂപപ്പെടുത്തുന്നതിൽ നിതിൻ നബിൻ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് ആസൂത്രണത്തിലും അണികളെ സമാഹരിക്കുന്നതിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു. 2019 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സിക്കിമിന്റെ ഇലക്ഷൻ ഇൻചാർജായും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡിന്റെ ബി.ജെ.പി. ഇലക്ഷൻ ഇൻചാർജായും പ്രവർത്തിച്ചിട്ടുണ്ട്. ബീഹാറിലെ പട്നയിൽ തികഞ്ഞ ബി.ജെ.പി. രാഷ്ട്രീയ കുടുംബത്തിൽ മുതിർന്ന ബി.ജെ.പി. നേതാവായ നബീൻ കിഷോർ പ്രസാദ് സിൻഹയുടെ മകനായാണ് നിതിൻ നബിന്റെ ജനനം. വിദ്യാർത്ഥി വിഭാഗമായ അഖിൽ ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് നിതിൻ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് ബി.ജെ.പിയിലും അതിന്റെ യുവജന വിഭാഗമായ ഭാരതീയ ജനതാ യുവമോർച്ചയിലും അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു. പട്നയിലെ ബി.ജെ.പിയുടെ ഏറ്റവും ശക്തമായ അർബൻ സീറ്റുകളിലൊന്നായ ബാങ്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 4 തവണ എം.എൽ.എ. ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. 2006 ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തുടർച്ചയായി ഈ സീറ്റ് നിലനിർത്തി പോന്നു. 2020 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടനും രാഷ്ട്രീയക്കാരനുമായ ശത്രുഘ്നൻ സിൻഹയുടെ മകൻ ലവ് സിൻഹയെ 84,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് നിതിൻ വിജയിച്ചത്. ബൂത്ത് തല പ്രവർത്തകരുമായി ശക്തമായ ബന്ധമുള്ള അച്ചടക്കമുള്ള സംഘാടകനായിട്ടാണ് അദ്ദേഹം വിലയിരുത്തപ്പെടുന്നത്. പട്നയിലും സമീപ പ്രദേശങ്ങളിലും ബി.ജെ.പിയുടെ സംഘടനാപരമായ ഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. ബി.ജെ.പിയുടെ അടുത്ത 40 വർഷത്തേക്കുള്ള സംഘടനാ റൂട്ട് മാപ്പ് കെട്ടിപ്പടുക്കുന്നതിനുള്ള വ്യക്തമായ തലമുറ മാറ്റത്തിന്റെ ഭാഗമായാണ് നബീന്റെ നിയമനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ബി.ജെ.പി. പാർലമെന്ററി ബോർഡാണ് നബീന്റെ നിയമനം അംഗീകരിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം 2026 ജനുവരി 14 ഔദ്യോഗികമായി ബി.ജെ.പി. ദേശീയ പ്രസിഡന്റായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കുമെന്നും തുടർന്ന് ഏപ്രിൽ മാസത്തോടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇത് അംഗീകരിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.